നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് കേരളം കടന്നിട്ടുണ്ട്. എന്നാൽ PV അൻവർ വരുത്തിവെച്ച അനാവശ്യ തിരഞ്ഞെടുപ്പാണ് നിലമ്പൂരിലേത് എന്നാണ് പൊതുവിൽ ജനങ്ങൾക്കുള്ള ഒരു വികാരം. BJPയും ഈ തിരഞ്ഞെടുപ്പിനെ കാണുന്നത് ആ കണ്ണിലൂടെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിലമ്പൂരിൽ മത്സരിക്കുന്ന കാര്യത്തിൽ BJPക്ക് രണ്ട് മനസ്സാണുള്ളത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പിന്നാലെ പോകാതെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊഴിയാൻ വഴികൾ എന്ത് എന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാഗത്തുള്ള കാര്യങ്ങൾ. രണ്ട് കോർപ്പറേഷനുകൾ പിടിക്കാനുള്ള വഴികളാണ് രാജീവ് ചന്ദ്രശേഖർ തേടുന്നത്. പുതിയ സംസ്ഥാന നേതൃത്വത്തിന് കീഴിൽ സംഘടനാപരമായ തന്ത്രങ്ങൾ നടപ്പാക്കാൻ ഒരുങ്ങുകയാണ്. പ്രാരംഭമായി തിരുവനന്തപുരം, തൃശൂർ, കൊല്ലം എന്നീ 3 നഗര കോർപ്പറേഷനുകളിൽ വിജയം ലക്ഷ്യമിട്ടാണ് ഈ കരുനീക്കം. തന്ത്രപരമായി നിർണായകമായ ചില പോക്കറ്റുകളിൽ വിജയസാധ്യതകൾ മനസ്സിലാക്കി കോൺഗ്രസ്, NSS, ക്രിസ്ത്യൻ ശക്തി കേന്ദ്രങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിലവിൽ UDF-നൊപ്പം നിൽക്കുന്ന സീറ്റുകൾ പിടിച്ചെടുക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് 1 വർഷത്തിൽ താഴെ മാത്രം ശേഷിക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ സാന്നിധ്യം ശക്തിപ്പെടുത്താനാണ് BJP തീരുമാനിച്ചിരിക്കുന്നത്. പഞ്ചായത്തുകൾക്കായി തന്ത്രപരമായ ചട്ടക്കൂടിന് അന്തിമ രൂപം നൽകുന്ന പ്രക്രിയയിലാണ് പാർട്ടി. നിലവിലുള്ള സീറ്റുകൾ നിലനിർത്തുക എന്നതിനാണ് മുൻഗണന നൽകുന്നത്. സംഘടനാപരമായി ശക്തമായ പ്രദേശങ്ങളിൽ സീറ്റുകൾ നേടിക്കൊണ്ടോ നിർണായക പങ്ക് വഹിച്ചോ തങ്ങളുടെ സാന്നിധ്യം അറിയിക്കാനും BJP ആലോചിക്കുന്നുണ്ട്. സംസ്ഥാനത്തെ 19 ഗ്രാമപഞ്ചായത്തുകൾക്ക് പുറമെ BJP നേതൃത്വത്തിലുള്ള നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ട് പാലക്കാട്, പന്തളം എന്നീ 2 മുനിസിപ്പാലിറ്റികളിലും ഭരിക്കുന്നുണ്ട്. നിലവിൽ NDAക്ക് സംസ്ഥാനത്തുടനീളം വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലായി 1600ഓളം വാർഡ് അംഗങ്ങളുണ്ട്. അത് വർദ്ധിപ്പിക്കാനുള്ള പദ്ധതികളും ആലോചിക്കുന്നുണ്ട്. സാധാരണ രീതിക്ക് വിരുദ്ധമായി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനായി പാർട്ടി ഒരു പുതിയ സംഘടനാ സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ഒരു മുതിർന്ന നേതാവ് പറഞ്ഞിരുന്നു. സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ സൂക്ഷ്മതല ആസൂത്രണത്തിന്റെ ഭാഗമാണ്. തെരഞ്ഞെടുപ്പിനായി തയ്യാറെടുക്കുന്നതിനായി ഓരോ വാർഡിലും 5 അംഗ കോർ ടീമുകൾക്ക് പാർട്ടി രൂപം നൽകിയിട്ടുണ്ട്. ഓരോ പഞ്ചായത്തിനും സംസ്ഥാന നേതൃത്വം ലക്ഷ്യങ്ങൾ നിശ്ചയിച്ചു. തുടർന്ന് കൺവെൻഷനുകൾ നടത്തി ഒടുവിൽ നവംബർ വരെയുള്ള സമയത്തേക്കുള്ള ഒരു രൂപരേഖ അവതരിപ്പിക്കും. പഞ്ചായത്തുകളുടെ ചുമതലയുള്ളവരെ പിന്നീട് തീരുമാനിക്കുമെന്നും പറയുന്നുണ്ട്. വാർഡ് തരംതിരിച്ചതുപോലും വ്യക്തമായ തന്ത്രപരമായ രൂപരേഖയുടെ അടിസ്ഥാനത്തിലാണ്. കോൺഗ്രസ് മേഖലയിലേക്ക് കടന്നു ചെല്ലുക എന്നതാണ് പ്രാഥമിക ലക്ഷ്യം. 2ാം ഘട്ടത്തിൽ CPM-ന് ശക്തമായ സാന്നിധ്യമുള്ള പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് ഈഴവ, OBC, പട്ടികജാതി, ഗോത്ര വിഭാഗങ്ങൾ തുടങ്ങിയ സമുദായങ്ങളുടെ ഗണ്യമായ സാന്നിധ്യമുള്ള വാർഡുകളിൽ ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും മുതിർന്ന നേതാവ് പറഞ്ഞിരുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള 2020-ലെ തെരഞ്ഞെടുപ്പിൽ NDAയുടെ വോട്ട് വിഹിതം 15%. ഇത്തവണ കുറഞ്ഞത് 20% ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ വർഷത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് വിഹിതം 19.23 ആയി ഉയർത്താൻ NDAക്ക് കഴിഞ്ഞു. പൊതു തെരഞ്ഞെടുപ്പിൽ BJPയുടെ വോട്ട് വിഹിതം 16.68%. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലെ ഫലം 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും നിർണായകമാകുമെന്ന് നേതൃത്വം കരുതുന്നുണ്ട്.